നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 4 മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം മകൻ ആത്മഹത്യ ചെയ്ത ഒരമ്മയുമായി സംസാരിക്കാനിടയായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനസിക രോഗ വിഭാഗം ഡോക്ടറെ കണ്ടതിന് ശേഷം തല്ലിയലച്ച് കരഞ്ഞുകൊണ്ട് OPയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരമ്മയെ ആ OPയുടെ വാതിക്കൽ വെച്ച് കാണാനിടയായി. ഇതേ അവസ്ഥയിൽ ഈ അമ്മയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഒരു മകള് നടന്നകലുമ്പോൾ പതിയെ നിന്ന് ചോദിച്ചു, അമ്മ എന്തു പറ്റി, എന്താണ് കരയുന്നത്? അപ്പോൾ ആ മകൾ പറയുകയാണ്, ഏക മകൻ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായി പോയി. അവിടെ എന്താണെന്നറിയില്ല, പ്രത്യേക കാരണം. കേരളത്തിന് വെളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആത്മഹത്യ ചെയ്തു. ICUവിലാണെന്ന് പറഞ്ഞ് വിവരം കിട്ടി. അച്ഛനും അമ്മയും ഞാനും അമ്മാവനും കൂടെ അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലായത്. അവിടെ നിന്ന് കുറേ വിഷമിച്ചു. കോളേജിലെല്ലാം അന്വേഷിച്ചു, പരാതി പറഞ്ഞു, കൂട്ടുകാരെയൊക്കെ കണ്ടു. പക്ഷേ ഇന്ന് 3 വർഷം തികയുന്ന ദിവസമാണ്. അമ്മ ഉറങ്ങിയിട്ട് നാളുകളേറെയായി. എന്താണ് കാരണമെന്ന് ഇനിയും പിടികിട്ടിയിട്ടില്ല. ഞങ്ങളൊരു സാധാരണ കുടുംബക്കാരാണ്. ഏറെ രൂപ ലോണെടുത്ത് കടം വാങ്ങിച്ച് ഒക്കെ ചേട്ടനൊരു കുറവും കൂടാതെ പഠിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒരുവിധം മാർക്കോടെ നാട്ടിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ജോലി കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിലാണ് വെളിയിൽ പോയി പഠിക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, ഈ 2-3 ആഴ്ചയെല്ലാം ഈ ആത്മഹത്യയെ പറ്റിയുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഈ അമ്മയുമായിട്ട് അടുത്ത് ഒരു കോഫി ഷോപ്പിൽ പോയിരുന്ന് ഒന്നിച്ചൊരു കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചു. ഒരു 4 ദിവസത്തേക്കെങ്കിലും ഈ അമ്മയുടെ മുഖം ഒരു കണ്ണാടിയിൽ എന്ന പോലെ എപ്പോഴും മനസ്സിൽ തെളിയുകയായിരുന്നു. അമ്മ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ എന്താണ് പറ്റിയതെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഈ പെങ്ങളുടെ കാര്യം അവൻ ചിന്തിച്ചില്ലല്ലോ. ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന അച്ഛൻ്റെ കാര്യം എന്തുകൊണ്ട് അവൻ ചിന്തിച്ചില്ല? എന്തുത്തരം പറയാനാണ്? നമ്മൾക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല എന്തായിരുന്നു യഥാർത്ഥ കാരണമെന്ന്. ഞാൻ വിദ്യാർത്ഥികളോടാണ് സംസാരിക്കുന്നത്, വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്. ഒരു മാനസിക സംഘർഷം വന്നാൽ താങ്ങാനുള്ള എന്തുമാത്രം വഴികളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആരോടും ഒന്നും തുറന്നു പറയാതെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുമ്പോൾ കുടുംബത്തുള്ളവരെ പറ്റി, കൂട്ടുകാരെ പറ്റി, പഠിച്ച സ്ഥാപനത്തെ പറ്റി, മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റിയുള്ള സ്വപ്നങ്ങളെപ്പറ്റി എന്തിയെ ചിന്തിക്കാതെ പോകുന്നു? ഏത് നിലയിലെത്തേണ്ടവരാണ്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ലായിരുന്ന മക്കൾ ഇതിലും എത്രയോ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടും പിടിച്ചു നിന്നുകൊണ്ടല്ലേ ഇന്ന് നമ്മൾക്കൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടായത്? മാതാപിതാക്കളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. കൂട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും, നാട്ടുകാരിതെല്ലാം മറന്നു പോകും, ബന്ധുക്കൾ മറക്കും. ഓർമ്മയിൽ നിൽക്കുന്ന ആർക്കായിരിക്കും? മാതാപിതാക്കളുടെ അന്ത്യശ്വാസം എടുക്കുന്നത് വരെ അവരുടെ ഉള്ളിൽ ഒരു നീറ്റലായി മാറാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ലേ? എല്ലാ വകുപ്പിലും ഹെൽപ്പ് ലൈൻ ഇഷ്ടം പോലെയുള്ള ഈ സമയത്ത് നിങ്ങളുടെ ആ മാനസിക സംഘർഷം, പ്രശ്നങ്ങൾ എന്തായാലും, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്താണ് ഈ ലോകത്തിലുള്ളത്, ഒന്ന് കാത്തു നിൽക്കരുതോ? ആരെയെങ്കിലും ഒന്ന് കണ്ട് ഇതൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാനുള്ളതല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഫൈനൽ ഇയർ വിദ്യാർത്ഥിനികളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതമാണ് പഠനത്തേക്കാൾ ജോലിയേക്കാൾ പ്രധാനം എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടിയല്ലേ. ആ ജീവിതവും ജീവനും ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കാനും പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരാനും
ഉതകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. സഹായം കണ്ടെത്താനും സ്വീകരിക്കാനും ഒരിക്കലും മടിക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്താനും ഒരു അത്യാവശ്യം വന്നാൽ കൗൺസിലിങ്ങിന് വരാനും നിങ്ങൾക്ക് പ്രേരകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. നന്ദി.